ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്, അവരുടെ ഹിഡൻ ഫീലിങ്സ് ഓഫ് ദം. ഓക്കെ, അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്താണ്, അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അവർ നിങ്ങളിൽ നിന്നും ഇപ്പോൾ മറച്ചു വയ്ക്കുന്ന ഫീലിങ്സ് എന്താണ്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, and one more card, give me clarification. Hidden feelings of your person. Okay, right. Okay, 7 of Pentacles. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ആൻഡ് യെസ്, 2 of Wands. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ എങ്കിലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒത്തിരി സോൾ കണക്ഷനുള്ള വ്യക്തിയാണ്. അതായത് അവർ നിങ്ങളെ അത്രയും ആത്മബന്ധം പുലർത്തുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങളെ കാണുന്നില്ലെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിന് യാതൊരു വിധത്തിലുള്ള കുറവുകളും വന്നിട്ടില്ല. അവരുടെയും നിങ്ങളുടെയും സോളുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മേ ബി ഈ ഒരു സിറ്റുവേഷൻ ആ വ്യക്തി ഇപ്പോൾ സെപ്പറേഷൻ ടൈമിൽ എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും നിങ്ങളോട് ഫീൽ ചെയ്യുന്നുള്ളത് എന്നുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്, ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വലിയൊരു കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കാം അവരോട് പിണങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയം ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു ഒരു രക്ഷപ്പെടലാണ്, അല്ലേ? അതിൽ നിന്നും ഒരു എസ്കേപ്പാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആവണമെന്ന് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ഈ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള വേദന എന്ന് പറയുന്നത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത അത്രയധികം തീവ്രമായിട്ടുള്ള ഒരു വേദനയാണ്. ഓക്കെ, ഈവൻ അവർ ഉറങ്ങുന്ന സമയത്ത് പോലും അവർ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. മേ ബി ഇത് നിങ്ങളുടെ സിറ്റുവേഷനും ആയിരിക്കാം. നിങ്ങളും ചിലപ്പോൾ നൈറ്റ് ടൈംസിൽ ഒരുപാട് കരയുന്നുണ്ടാവാം, ഒരുപാട് വേദനിക്കുന്നുണ്ടാവാം. അവർ എത്രമാത്രമാണ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത്, വേദനിക്കുന്നത് എന്നുള്ള കാര്യം അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഹിഡൻ ഫീലിങ്സ് തന്നെ ഈ ഒരു വേദന തന്നെയാണ്. ഓക്കെ, ഈ ഒരു സെയിം സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ
യെസ്, ഈ ഒരു സമയത്ത് പോലും നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റ്സിനെ കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുകയാണ്. മേ ബി അത്രയും ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു ഡേയിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം വീണ്ടും ഇവരുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. കാരണം അത് അവർക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. അത്രയും നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങൾ തന്നെ അത്രയും സന്തോഷകരമായിരുന്നു. അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു. നിങ്ങൾ അത്രയും ഒരു സപ്പോർട്ടായിരുന്നു അവരുടെ ലൈഫിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു സന്തോഷം അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് വളരെ വലിയ സന്തോഷങ്ങൾ ഇനിയും അവരുടെ ലൈഫിൽ ഒന്നിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അത്രയും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണം. ദാറ്റ് മീൻസ് ഒരു മാരേജിലൊക്കെ ഈ റിലേഷൻഷിപ്പ് പോകണം. ആ ഒരു രീതിയിലൊക്കെയുള്ള എല്ലാ ലൈഫ് സിറ്റുവേഷൻസും നിങ്ങൾക്ക് നൽകണം. ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം, ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ മറികടന്ന് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നൽകുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് സിൻസിയറായിട്ട് തന്നെയാണ് ഈ വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിന് ഒരു ജസ്റ്റിസ് ലഭിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു സന്തോഷം, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു പ്രണയം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നൽകുന്നൊരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ ഓക്കെ, ഡെഫിനറ്റായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു കാർഡ് നമുക്ക് ലഭിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. അതായത് കറണ്ട് സിറ്റുവേഷനിൽ ഒരു ചേഞ്ചാണ് ഈ ഒരു വേൾഡ് കാർഡ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത്രയും ഒരു സന്തോഷം, ആ സന്തോഷത്തിൽ എത്തി നിൽക്കുന്നു. അതിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പെയിൻ നിങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നു. നിങ്ങൾ ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇതെല്ലാം ഈ വ്യക്തിയും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിക്ക് അത്രയും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, അവർ ഒരുപാട് നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രണയം അത്രയും സിൻസിയറായിരുന്നു. ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് പലർക്കും ഇത് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരുന്നതായിരിക്കും. ഓക്കെ, മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് അതിലുള്ള ക്ലാരിഫിക്കേഷൻ നൽകുന്നുണ്ട്. അവരുടെ എല്ലാ വിധത്തിലുള്ള ഫീലിങ്സും അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അവർ എത്രത്തോളമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, എത്രത്തോളമാണ് അവർ സഫർ ചെയ്യുന്നത്, ഈ റിലേഷൻഷിപ്പ് അവർക്ക് എത്രത്തോളം വലുതായിരുന്നു എന്നെല്ലാമുള്ള എല്ലാ തരത്തിലുള്ള ഫീലിങ്സും അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരും ഒന്നിച്ച് ചേരുമെന്ന് അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. രണ്ട് പേർക്കും ആ ഒരു സന്തോഷം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. Okay, hidden feelings of your person. Okay, hidden feelings of your person. Hidden feelings of your person. Okay. യെസ്, തീർച്ചയായിട്ടും
ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന നിമിഷത്തിലും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കഴിഞ്ഞു പോയ ദിവസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ മൊമെൻറ്റും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ്. ആ ഓരോ നിമിഷങ്ങളും അവർ റിപ്പീറ്റായിട്ട് അവർ ഓർത്തെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു. ഈ ഒരു നിമിഷത്തിൽ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ സന്തോഷിച്ചിരുന്ന മൊമെൻറ്റും നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു. ആ ഒരു കാര്യം ഓർത്തുകൊണ്ടാണ് അവരെപ്പോഴും അവരുടെ മനസ്സിൽ സന്തോഷം ലഭിക്കുന്നത്. ആൻഡ് യെസ്, ദ എംപ്രസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നതും അവരുടെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ്. അവർ നിങ്ങളോട് ഒരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ആഴമേറിയൊരു പ്രണയം ആ വ്യക്തിയിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അവർക്കറിയില്ല അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് ഇപ്പോൾ ആ ഒരു സീക്രട്ട് അവരിൽ കീപ്പ് ചെയ്യുന്നതിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മേ ബി നിങ്ങളെ കാണുന്ന മാത്രയിൽ തന്നെ അവർ ചിലപ്പോൾ നിങ്ങളെ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഈ സെപ്പറേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് നിങ്ങളെ കാണുന്ന മാത്രയിൽ ചിലപ്പോൾ അവർ കരഞ്ഞു പോകും. അത്രയും ഇമോഷണലായിട്ട് അവർ മാറിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, അത്രയും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അവർ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന മൊമെൻറ്റ്സ് ഓർക്കുന്നത് പോലെ തന്നെ നിങ്ങളോട് വഴക്കിട്ട് പോയ നിമിഷങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന നിമിഷങ്ങളും അവരെ എത്രമാത്രമാണ് വേദനിപ്പിക്കുന്നത് എന്ന് അവർ നിങ്ങളോട് തുറന്നു പറയണമെന്ന് പോലും ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അത്രമാത്രം അവർ വേദനിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണെന്ന് നോക്കാം. മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ. ഓക്കെ, മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താ? ഓക്കെ, ലെറ്റ്സ് ഹീൽ ടുഗദർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ലൈഫിൽ രണ്ടുപേർക്കും ആ ഒരു ഹീലിംഗ് ലഭിക്കുകയുള്ളൂ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടാവാം. യു ആർ മൈ സ്ട്രെങ്ത്. അവരുടെ ജീവിതത്തിലെ ആ ഒരു സ്ട്രെങ്ത് തന്നെ നിങ്ങളാണ് എന്ന് പറയാണ്. ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ്. ഓക്കെ, അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ആ വ്യക്തി വരുത്തുന്നുണ്ട്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആ വ്യക്തി അധികം എക്സ്പ്രസീവ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവരെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. ഓക്കെ, അവരുടെ ജീവിതത്തിൽ നിങ്ങളില്ലാതുള്ള ഒരു ദിവസം പോലും സങ്കല്പിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ഓക്കെ, ആൻഡ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, ഡെഫിനറ്റ്ലി ഇത് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഒരിക്കലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. ഓക്കെ, യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, അവർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ. ഒരു യൂണിവേഴ്സിൽ തന്നെ ലഭിച്ച ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് നിങ്ങൾ എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ്. എന്താണ് ഇത്രയും ഒരു ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഫീലിങ്സ് ആയിട്ട് നിങ്ങളോട് തോന്നുന്നത്, ഇത്രയും വികാരങ്ങൾ നിങ്ങളോട് തോന്നുന്നത് എന്ന് ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പോലും അറിയുന്നില്ല. ആൻഡ് ഐ ഫീൽ ദ സെയിം ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ആ വ്യക്തിക്കും ഉള്ളത്. ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഈ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഴ്സ് യു. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. ഒരുപാട് ഫീലിങ്സാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ, നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. Close connecting to this relationship. Okay, നമുക്ക് നോക്കാം. ലെറ്റർ വൈ, ഈഗോ. മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് ഈഗോ കൂടുതലായിട്ടുണ്ടാവാം. ഓക്കെ,
എനിക്ക് വോയിസ് ത്രോട്ട് കുറച്ച് പ്രോബ്ലമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വോയിസ് ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഹെഡ്ഫോൺസൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. റെഡ് കളർ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ റെഡാണ്. ലെറ്റർ F, ലെറ്റർ E, മാർച്ച് മന്ത്. ഓക്കെ, സോറി. ലെറ്റർ M, നമ്പർ 25, നമ്പർ 9, 22. ഓക്കെ. നമ്പർ 14, ജനുവരി മന്ത്. ഓക്കെ. ടുഡേ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇന്നത്തെ ദിവസം തന്നെ എന്നുള്ളൊരു പോസിബിലിറ്റിയാണ്. ലെറ്റർ C വന്നിട്ടുണ്ട്. ലെറ്റർ I. ഓക്കെ. ലെറ്റർ L. ഓക്കെ. ഫെബ്രുവരി മന്ത്, ഏപ്രിൽ. ഓക്കെ. ലെറ്റർ B. ഓക്കെ. നവംബർ മന്ത്. വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള ക്രൈസ് ഉള്ള വ്യക്തിയാണ്. ഓക്കെ. ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരാണ്. ലെറ്റർ S, നമ്പർ 13, നമ്പർ 19, ലെറ്റർ I. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. ലെറ്റർ N, 36, മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം. N എന്നുള്ള നമ്പർ ലെറ്റർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. ദിസ് മന്ത്, ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻഷിപ്പിന്. ഓക്കെ. ആൻഡ് വിത്തിൻ 48 hours, ഈ 48 hours എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാം. ആൻഡ് സെൻസിറ്റീവാണ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ആകുന്ന വ്യക്തികൾ ഉണ്ടാവാം. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. നവംബർ മന്ത് 19 ആൻഡ് ഹിയറിംഗ് ഇഷ്യൂ, എന്തെങ്കിലും തരത്തിലുള്ള ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.